എല്ലാ വീട്ടിലും ഇതുപോലെ കുറച്ച് ചോറ് ബാക്കി വരല്ലേ, എന്നാ പിന്നെ ഇതും കൂടെ ഉള്ള റെസിപ്പി കണ്ടാലോ. ഇനി ഇന്ന റൈസ് ഒന്നുമില്ല, ഏത് റൈസ് വേണിച്ചാലും എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യമെങ്കിൽ വേണിച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കണേ 2 ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ ബട്ടറോ നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണിച്ചും ചേർക്കാം. 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ആയി കുഴച്ചെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം കയ്യിൽ കൊള്ളാവുന്ന ഇതുപോലെ ഒരു വലിയ ബോളാക്കി എടുക്കാം. എത്രത്തോളം നൈസാക്കോ അത്രത്തോളം നൈസായി പൊടി ചേർത്തിട്ട് ഒന്ന് പരത്തി എടുക്കണം. ഈ ഓയിൽ ചേർത്ത് കുഴക്കുന്നത് നന്നായിട്ട് നൈസായിട്ട് ഒന്ന് വലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബട്ടറോ ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. എന്താ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഓയിലും പൊടിയും ചേർത്തിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കാം. എന്നിട്ട് കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ മടക്കുന്നത് ലെയറായിട്ട് വരാനാണ്. അധികം ബലം പിടിക്കാതെ അധികം നെയ്സിൽ പരത്താതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി എന്താണ്, ഒരു പാൻ ചൂടാക്കി തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കണം. ആവശ്യമെങ്കിൽ വെച്ച ഓയിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി സോഫ്റ്റ് ആയി ലെയർ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതിനും കൂടെ നോൺ വെജോ വെജിറ്റേറിയൻ ഐറ്റം ഏത് വേണിച്ചാലും പൊയ്ക്കോളും. അപ്പൊ എങ്ങനെയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ.